ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. സദഖല്ലാഹുൽ അലിയുൽ അലീം. കേരള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ്, നമ്മുടെ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വം ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവറുകൾ, ഫളീലത്തുൽ ഉസ്താദ് സയ്യിദ് റാഷിദ് അൽ മസ്റൂഇ, ഷെയ്ഖ് അബ്ദുർ റാഷിദ് അൽ മസ്റൂഇ, വൽളയൂഫുൽ കിറാം മിൻ അൽ ഇമാറാത്തിൽ അറബിയ്യത്തിൽ മുത്തഹിദ അല്ലദീന സാഹമൂ മഅനാ ഫീ ലിഹാദൽ ഖൈർ. نرجو من الله سبحانه وتعالى أن يوفقهم لخدمة الإسلام والمسلمين وللسعي المشكور في إنشاء هذا المركز الخير. അഭിവന്യരായ പണ്ഡിതന്മാർ, ഉമറാക്കൾ, സഹോദരന്മാർ, ഉസ്താദുമാർ, ഇന്ന് ബഹുമാനപ്പെട്ട തങ്ങളവരുടെ കരങ്ങളിൽ നിന്ന് സനദ് വാങ്ങിയിട്ടുള്ള ഹാഫിലീങ്ങളായ നമ്മുടെ മക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനീ ഖിദ്മത്തിന് നമ്മുടെ മക്കൾക്ക് ഖൈർ നൽകുമാറാവട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. സുദീർഘമായ ഒരു പ്രസംഗം ഈ സന്ദർഭത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലം കൊണ്ട് ദീനീ ദഅവത്ത് പൂർണ്ണമാക്കി. 13 വർഷം മക്കത്തും 10 വർഷം മദീനത്തും. തങ്ങൾക്ക് നൽകപ്പെട്ട ഖുർആൻ ഫുർഖാനുൽ അലീം വിശദമായി വിസ്തരിച്ച് സഹാബിമാർക്ക് 23 വർഷത്തിനിടയിൽ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. പഠിക്കാനായി തങ്ങളോടൊപ്പം അവർ ഒരുമിച്ച് കൂടുകയും ചെയ്തു. യാത്രകളിൽ, യുദ്ധസന്ദർഭങ്ങളിൽ, യുദ്ധം ചെയ്യാത്തവരാണെങ്കിലും ചെയ്യാൻ ശക്തിയില്ലാത്തവരാണെങ്കിലും ഇൽമ പഠിക്കാനുള്ള ഈ പ്രത്യേക സാഹചര്യം ഉപയോഗപ്പെടുത്താനായി അവർ തങ്ങളോടൊപ്പം തന്നെ ഉണ്ടായി. അവസാനം തങ്ങൾ വഫാത്താകുന്നതിൻ്റെ 90 ദിവസം മുമ്പാണ് പ്രസിദ്ധമായ ഹജ്ജത്തുൽ വിദാ നടന്നത്. ഹജ്ജത്തുൽ വിദായിൽ വെച്ച് 23 വർഷക്കാലം തങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത വിജ്ഞാനം, ആ വിജ്ഞാനം, അതിൻ്റെ ആകത്തുക അവിടെ പങ്കെടുത്ത 1.25 ലക്ഷം വരുന്ന സഹാബിമാരെ റസൂലുള്ളാഹ് കേൾപ്പിച്ചു. കേൾക്കാത്തവരുണ്ടെങ്കിൽ ഫല്യുബല്ലിഗ് ഷാഹിദുൽ ഗായിബ്, ഇവിടെയുള്ളവർ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന സുപ്രധാനമായ ഒരു മെസ്സേജ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഇന്നലെ ജാമ്യയുടെ സന്നദ്ധാനത്തോടനുബന്ധിച്ച് പ്രസംഗിച്ചപ്പോൾ 10,000-ഓളം പേര് മാത്രമാണ് മദീനയിലുള്ളത്. ബാക്കിയുള്ളവരെല്ലാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്രയായി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ യാത്രയായത്? ദീനീ ദഅവത്ത്, ദീനീ പ്രചരണത്തിന് വേണ്ടി. അവസാനം റസൂലുള്ളാഹി പറഞ്ഞത് ബല്ലിഗു അന്നി വലൗ ആയ, ഒരായത്തെങ്കിലും നിങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും എന്നാണ്. ഒരായത്തല്ല, 6666 ആയത്തുകൾ മനപ്പാഠമാക്കിയ, ആ മനപ്പാഠമാക്കിയതിൻ്റെ സർട്ടിഫിക്കറ്റ് നേടിയിട്ടുള്ള നമ്മുടെ മക്കൾ
ദീനീ ദഅവത്തിലേക്ക് അവർ ഇറങ്ങാനുള്ള എല്ലാ സാധ്യതകളും ഒരുങ്ങിയിരിക്കുകയാണ്. ഖുർആൻ മനപ്പാടാക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ആ വിഷയത്തിൽ കുറച്ച് പുറകിലായിരുന്നെങ്കിലും ഇന്ന് ഓരോ സ്ഥാപനങ്ങളോടും അനുബന്ധിച്ചുകൊണ്ട് ഖുർആൻ മനപ്പാടമാക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ധാരാളമായി നമ്മുടെ മക്കൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയുമാണ്. വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് ഖുർആൻ മനപ്പാടമാക്കുക എന്നുള്ളത്, ചെറിയ കാര്യമല്ല. അല്ലാഹു തആല ഉദ്ദേശിച്ച ആളുകൾക്ക് അത് എളുപ്പമാക്കി കൊടുക്കും. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. നമ്മുടെ മക്കൾ, ഇവിടെ ഒരു കൊച്ചു സഹോദരൻ 10 മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് ഖുർആൻ മനപ്പാടമാക്കിയെന്ന വലിയ ഭാഗ്യമാണ്. 2 വർഷം അല്ലെങ്കിൽ 3 വർഷം, ചിലപ്പോൾ അതിൽ കൂടുതലും സമയം എടുക്കാറുണ്ട്. അത് പഠിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ നിന്ന് ചോദിച്ചാലും പറയത്തക്ക നിലയിലുള്ള ഒരു പരീക്ഷ നടത്തി ആ പരീക്ഷയ്ക്ക് ശേഷമാണ് ഈ സനദ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. ഇജാസ എന്ന് പറഞ്ഞാൽ അറബി ഭാഷ അനുസരിച്ച് രംഗം വിട്ട ആളുകൾക്കാണ് പറഞ്ഞത്. മുജാസ് കടവ്, ആ കടവിൽ കൂടിയാണ് ഇക്കരയിൽ നിന്ന് അക്കരയിലേക്ക് പോകൽ. ആ നിലക്ക് വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ വലിയ ഒരു ഭാഗം നേടിക്കഴിഞ്ഞ ആളുകൾ നർത്തം വിട്ട് കടന്നുപോയി. ജഹ്ലിൻ്റെ, അറിവില്ലായ്മയുടെ, പക്വതയില്ലായ്മയുടെ ആ രംഗം വിട്ടു ഇപ്പോൾ ജനങ്ങളെ മുമ്പിൽ ഇജാസത്ത് കിട്ടിയവരാണ്. അത് വലിയൊരു സംഭവമായപ്പോൾ ഒരുപാട് ആളുകളെ വിളിച്ചു വരുത്തി. കേരളത്തിലെ ഏറ്റവും വലിയ നേതാവ്, എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ സാന്നിധ്യത്തിൽ ധാരാളം പണ്ഡിതന്മാരും ഇവിടെ കൂടി അവരെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അവരുടെ സാന്നിധ്യത്തിലാണ് ഈ പരിപാടി നടത്തപ്പെട്ടത്. ദീനീ ദഅവത്ത് ഇന്ന് വളരെ പ്രധാനമായ ഒരമലാണ്. ദീനിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. എന്താ എത്തിച്ചു കൊടുക്കേണ്ടത്? സൗഹൃദം, സ്നേഹം, കാരുണ്യം, സത്യം, സമത്വം, സ്വാതന്ത്ര്യം. നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയൊരു മുദ്രാവാക്യമായി രാഷ്ട്രം അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇന്ന് സത്യവുമില്ല, സ്വാതന്ത്ര്യവുമില്ല, സമത്വമില്ല. അതൊന്നും വിശദീകരിക്കേണ്ട ഒരു സന്ദർഭമല്ല ഇപ്പോൾ. പക്ഷേ മനുഷ്യരെ കഷ്ടപ്പെടുത്താനുള്ള പരിപാടികൾ ലോകത്ത് മുഴുവനും നടന്നുകൊണ്ടിരിക്കുക. ഒരു മനുഷ്യൻ്റെ രക്തം, ഒരു മനുഷ്യൻ്റെ അഭിമാനം, ഒരു മനുഷ്യൻ്റെ സമ്പത്ത് വളരെ പ്രധാനമാണെന്നാണ് ബഹുമാനപ്പെട്ട ഷഫീഉനാ റസൂലുള്ളാഹി കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട്, 8 മിനിറ്റ് ഏറിയ 10 മിനിറ്റ് കൊണ്ട് തങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. 1400 വർഷം കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും ജനങ്ങളിൽ ഇല്ലാതെ പോയത് തങ്ങൾ വളരെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ 10 മിനിറ്റിൽ പ്രസംഗിച്ചിട്ടുള്ള ആ കാര്യമാണ്. മനുഷ്യൻ്റെ അഭിമാനം മാനം കെടുത്തുക, മനുഷ്യൻ്റെ സമ്പത്ത് പിടിച്ചെടുക്കുക, നമ്മളെ അധീനത്തിലുള്ള സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ ഇപ്പോൾ നോട്ട് പ്രശ്നം. എല്ലാ സ്ഥലത്തും അതാ ചർച്ച. ഒരു മനുഷ്യൻ്റെ സമ്പത്ത്, ഒരു മനുഷ്യൻ്റെ അഭിമാനം, ഒരു മനുഷ്യൻ്റെ രക്തം. അങ്ങാടിയിലേക്ക് സാമാനം വാങ്ങാൻ പോയ ആളുകൾ പിന്നെ വരുന്നത് ശരീരം കഷ്ണം കഷ്ണമായ നിലയിൽ അവനെ വഹിച്ചു കൊണ്ടുവരപ്പെടുകയാണ്. ഫ്രാൻസിൽ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് വിചാരിച്ച സ്ഥലത്താണ് ഒരു 5-8 മാസത്തിനപ്പുറം വലിയ പൊട്ടിത്തെറിയുണ്ടായത്. നിരപരാധികളായ ആളുകൾ, ഒരുപാട് ആളുകൾ അതിൽ മരിച്ചുപോയി. ശരീരം തിരിച്ചറിയാതെയായി. മനുഷ്യനെ യാതൊരു നിലയിലും ആദരിക്കുന്ന ഒരു അവസ്ഥയില്ലാതെ നിങ്ങളുടെ രക്തം
പവിത്രമാണ് എന്ന് റസൂലുള്ള പറഞ്ഞു. ഒരു മനുഷ്യൻ്റെ രക്തം, ഒരു തുള്ളി രക്തം ഒരാളെ കൊണ്ട് ഒലിച്ചു പോകാനുള്ള, താഴെ വീഴാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് വളരെ ശക്തമായ നിലയിലാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്, കൽപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ഒരു എറുമ്പിനെ പോലും കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ രാജ്യമാണ് ബർമ്മ. ആ സ്ഥലത്താണ്, അവിടെ സിഖുകാരാണ്, അവിടെ ബുദ്ധമതക്കാരാണ് കൂടുതൽ. ആ ബുദ്ധമതക്കാരാ പറഞ്ഞ ഒരു എറുമ്പിനെ പോലും നോവിക്കാൻ പാടില്ല, കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ വിഭാഗം ഇപ്പം മനുഷ്യനെ പിടിച്ചു കൊണ്ടുപോയി കെട്ടിയിട്ട് ആ മനുഷ്യൻ എന്നോ മരിച്ചുപോയി. എന്നിട്ട് അവൻ്റെ ശവശരീരം എപ്പോഴെങ്കിലും മരുഭൂമി കൊണ്ടുപോയി കെട്ടിട്ടത് ആളുകൾ ചെല്ലുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? ഈ നിലയിലുള്ള പ്രയാസകരമായ വഷളായ രംഗമാണ് ലോകത്ത്. നമ്മുടെ നാട്ടിലും ആ ലൈനിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. പക്ഷേ പെട്ടെന്ന് നടക്കൂല. നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങൾ, ഭരണഘടന, അതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാനിപ്പോൾ വിഷയത്തിലേക്ക് തുനിയുന്നില്ല. ആ വിഷയം എന്നെക്കാണെ കൂടുതൽ അറിയുന്ന ആളുകൾ നമ്മുടെ സ്റ്റേജിലും സദസ്സിലും പത്രം വായിക്കുന്നവരിലുമുണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം ബല്യഗുവന്നി വലുവായ ഒരായത്തെങ്കിലും നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അങ്ങനെയാണല്ലോ കേരളത്തിൽ കൊടുങ്ങല്ലൂരിൽ സഹാബിമാർ വന്നത്, കാസർഗോഡ് സഹാബിമാർ വന്നത്. സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സഹാബി, അദ്ദേഹം വലിയ രോഗബാധിതനായി, അതിൽ നിന്നൊക്കെ സുഖമായി. അങ്ങനെയൊന്നും നീ ഭരിക്കൂല, എന്നെ കൊണ്ട് കുറേ ആളുകൾക്ക് ഉപകാരം കിട്ടാനുണ്ട്, കുറേ ആളുകൾക്ക് ബുദ്ധിമുട്ടും വരാനുണ്ട് എന്ന് പറഞ്ഞ സഹാബിമാരിൽ പലരും പിൽക്കാലത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തി. ചൈനയിലെത്തി. ചൈനയിൽ അദ്ദേഹത്തിൻ്റെ ഖബറുമുണ്ട്, അദ്ദേഹത്തിൻ്റെ പള്ളിയുണ്ട്. അതിനപ്പുറത്ത് ഈജിപ്തിൽ സഹാബിമാരിൽ എണ്ണമറ്റ സഹാബിമാർ, 5000-ലേറെ സഹാബിമാർ അവിടെ ഉണ്ട്. ആരാ അവരൊക്കെ ക്ഷണിച്ചു വരുത്തിയത്? ആരാ മാലിക്കുദ്ദീനാറിനെ ക്ഷണിച്ചത്? ആരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന, കൊടുങ്ങല്ലൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സഹാബിമാർ, സഹാബിമാരുടെ അനുയായികളായ താബിഉകൾ, ആരാ ക്ഷണിച്ചത്? ഒരാളും ക്ഷണിച്ചല്ല. ഇവിടുന്ന് മുദരിസന്മാരൊക്കെ, നാട്ടുകാർ, കമ്മിറ്റിക്കാർ ഒക്കെ ക്ഷണിച്ചു വരുത്തിയതാണല്ലോ. ഇവിടെ ആരാ ക്ഷണിച്ചത്? ആരും ക്ഷണിച്ചതല്ല. അവർ ഒരു പ്രത്യേകമായ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ വന്നത്. എന്താ ഓർഡർ? ബല്യഗുവന്നി വലുവായ ഒരായത്തെങ്കിലും നിങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ ആ നിർദ്ദേശപ്രകാരം. എങ്ങനെ വന്നത്? ഒരു കപ്പലിൽ, ഒരു പൊട്ടിയ കപ്പലിൽ, ഒരു പായ്ക്കപ്പലിൽ, ബിസ്മില്ലാഹി മജ്റാഹാ വ മുർസാഹാ, കപ്പൽ കയറി അവിടെ എത്തുമെന്നും എത്തൂലാന്നും ഉറപ്പില്ലാത്ത ഒരു യാത്രയാണ്. സഹാബിമാരിൽ പലരും ആ രാജ്യത്തേക്ക് എത്തിയത്, വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് എത്തിയത്. അമേരിക്ക വെച്ചുള്ള എല്ലാ സ്ഥലം അങ്ങനെ രാജ്യമുണ്ടെന്ന് അറിയില്ല. ആഫ്രിക്കയിലേക്ക്, അതിൻ്റെ പ്രധാനമായ സ്ഥലം മൊറോക്കോവിൽ, ഈജിപ്തിൽ, ലിബിയയിൽ, അതുപോലെ യൂറോപ്പിലേക്ക്, തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ഒക്കെ സഹാബിമാർ, അല്ലെങ്കിൽ സഹാബിമാരുടെ ശിഷ്യന്മാർ, അല്ലെങ്കിൽ അവരുടെ ശിഷ്യന്മാർ. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഈ പറഞ്ഞ ആളുകൾ ഈ 3 വിഭാഗത്തിൽപ്പെട്ട നേരെ സഹാബിമാർ, അല്ലെങ്കിൽ അവരുടെ ശിഷ്യന്മാർ, അല്ലെങ്കിൽ അവരുടെ ശിഷ്യന്മാർ. അവരാ 4 മദ്ഹബും ഈ കാലത്തിനിടയിലാണ് ഉണ്ടായത്. ജനങ്ങൾ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള, തങ്ങൾ പാപ്പയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഈ കടലാസ്, അത് അതിൻ്റേതായ പവിത്രമായ നിലയിൽ സൂക്ഷിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇന്നലെ ജാമ്യയിൽ ഞങ്ങൾ പറഞ്ഞു, അത് അതിൻ്റെ തത്വത്തിനനുസരിച്ച്, അതിൻ്റെ നിയമത്തിനനുസരിച്ച്, അതിൻ്റെ റൂൾസിനനുസരിച്ച് അല്ലാതെ പ്രവർത്തിച്ചാൽ ഈ കോട്ടിനും
ആ കടലാസിന് ഒരു വിലയുണ്ടാവും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് ദീനി ഖിദ്മത്തിനും ഇസ്ലാമിനെ പ്രചരിപ്പിക്കാനും ഖുർആനെ പഠിപ്പിക്കാനും ആ ദഅവ ലോകത്തെത്തിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.